അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1-ാം ഭാഗത്തിലെ 3-ാമത്തെ പാഠം അഹ്കാമുൻ നൂൻ സാക്കിനത്തി വത്തൻവീൻ 2. സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും വിധികളെക്കുറിച്ച് പറയുന്ന 2-ാമത്തെ പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. ശേഷം തദ്രീബാത്തും നോക്കാം. കഴിഞ്ഞ പാഠത്തിൽ അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീനിലെ ഇൽഹാർ, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന എന്നിവയെക്കുറിച്ച് നാം പഠിച്ചു. ഇനി നമുക്ക് താഴെ കൊടുത്ത ആയത്ത് പാരായണം ചെയ്ത് ഇഖ്ലാബ്, ഇഖ്ഫാ എന്നിവ കൂടി കണ്ടെത്താം. ബാ എന്ന അക്ഷരം ഇഖ്ലാബിനും, ബാ എന്ന അക്ഷരം ഇഖ്ലാബിനും, താ, സാ, ജീമ്, ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, ലോദ്, ത്വാ, ലോ, ഫാ, ഖാഫ്, കാഫ് എന്നീ 15 ഹർഫുകൾ ഇഖ്ഫാഇനും ഉള്ളതാണ്. ബാ എന്ന അക്ഷരമാണ് ഇഖ്ലാബിനുള്ളത്. ബാക്കി 15 അക്ഷരങ്ങൾ ഈ കാണുന്ന 15 അക്ഷരങ്ങൾ അത് ഇഖ്ഫാഇൻ്റെതാണ്. എന്താണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതണം. മീമാക്കി ഉന്നത്ത് ചെയ്യണം. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം, ഇവിടെ ഉദാഹരണം നോക്കാം. പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത്, ഗ്രീൻ കളറിൽ കൊടുത്തിട്ട് അടിവര ഇട്ടത് ഇഖ്ലാബാണ്. അതേ രൂപത്തിൽ റെഡ് കളറിൽ അടിവര ഇട്ടത് ഇഖ്ഫാഉമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇഖ്ലാബ് നോക്കാം. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം, ഇവിടെ സാക്കിനായ നൂനാണ് വന്നിട്ടുള്ളത്, സാക്കിനായ മിം ബഅദി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നു. അപ്പോൾ ഇഖ്ലാബ് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്യണം. അൻബ എന്നല്ല പറഞ്ഞത്, അൻ നൂനെ ഉച്ചരിക്കൂല. അവിടെ നേരെ എന്താ നമ്മൾ ഉച്ചരിക്കുന്നത്? മിംബാദി, മിംബാദി, മിൻ ബാദി എന്നല്ല, മിൻ. സാക്കിനായ നൂനെ പറയുകയില്ല. യഥാർത്ഥത്തിൽ ഒരു ഉസ്താദിൻ്റെ സാന്നിധ്യത്തിലായിക്കൊണ്ട് പഠിക്കേണ്ടതാണ് തജ്വീദ്, എന്നാലേ കൃത്യമായിട്ട് ഇത് മനസ്സിലാവുകയുള്ളൂ. മിംബാദി. അപ്പോൾ സാക്കിനായ നൂനെ എന്താക്കുന്നു? മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതുകയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഇഖ്ഫാ ആണ്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ എന്താ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഈ പറഞ്ഞ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും ഇഖ്ഫാ ചെയ്തു ഓതണം. എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കണം. മറച്ച് മണിച്ചുകൊണ്ടാണ് നാം പാരായണം ചെയ്യേണ്ടത്. അതെങ്ങനെ? അൻസല, അൻസ, അൻസ എന്നല്ല പറയുന്നത്, അൻസല. ആ രൂപത്തിലാണ് ഇഖ്ഫാ ഉച്ചരിക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ഉദാഹരണം നോക്കാം. മിൻകും, ഇവിടെ സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നു. അപ്പോൾ ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. ഇവിടെ ത്വാഇഫത്തുൻ ഖദ്, ത്വാഇഫത്തുൻ ഖദ് തൻവീനിന് ശേഷം ഖാഫ് വന്നു. അടുത്തത് അൻഫുസുഹും, സാക്കിനായ നൂനിന് ശേഷം ഫാ വന്നു. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിലും മിൻ ഷൈഇ, മിൻ ഷൈഇ സാക്കിനായ നൂനിന് ശേഷം ഷീന് വന്നു. ഇനി ഏറ്റവും അടിയിൽ അലീമും ബിദാത്തി തൻവീനിന് ശേഷം ബാ വന്നു. അവിടെ ഇഖ്ലാബ് ചെയ്യണം. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുൻഷിദു, ഇഖ്ഫാഇനെ കുറിച്ചുള്ള ബൈത്താണ്. ഇഖ്ഫാ എന്തെന്നറിയണം, ഇവിടെ മറച്ചു മണിക്കണം. നൂനും തൻവീനിൻ പിറകെ 15 അക്ഷരമിതിനോർക്കണം. ഇഖ്ഫാ എന്തെന്നറിയണം, ഇവിടെ മറച്ചു മണിക്കണം. നമ്മൾ അവിടെ പറഞ്ഞു സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും മറച്ചു മണിക്കണം. നൂനിൻ തൻവീനിൻ പിറകെ 15 അക്ഷരം. ഇത്ര അക്ഷരങ്ങളാണ്. 15 അക്ഷരം വന്നാലാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്. അടുത്ത് ഇഖ്ലാബ് എന്തെന്നറിയില്ലേ, ഇതിനുള്ളത് ബാ എന്നല്ലേ. നൂനിൻ തൻവീനിൻ പിറകിൽ ബാ വന്നാലിവ മീമാവില്ലേ. കണ്ട, അപ്പോൾ സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ എന്താക്കി ഓതണം? മീമാക്കി ഉച്ചരിക്കണം. ഇഖ്ലാബിൻ്റെ അക്ഷരം ഏതാണ്? ഇതിനുള്ളത് ബാ എന്നല്ലേ. ബാ എന്ന അക്ഷരമാണ് ഇഖ്ലാബിനുള്ളത്. അപ്പോൾ ബൈത്ത് 2 ബൈത്ത് പഠിച്ചാൽ തന്നെ ഇഖ്ഫാഇനെ കുറിച്ച്, ഇഖ്ഫാ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇഖ്ലാബിനെ കുറിച്ച് അതിൻ്റെ ഹർഫും ആ ബൈത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്
പിന്നെ ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തത് നുജീബ് എന്നതിൽ ഉത്തരം എഴുതാൻ ഇഖ്ഫാഇൻ്റെ ഹർഫുകൾ എത്ര? ഇഖ്ഫാഇൻ്റെ ഹർഫുകൾ എത്രയാണ്? 15 ഹർഫുകളാണ്. 2 ഇഖ്ഫാഇൻ്റെ ഹർഫുകൾ 7. താ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. താ സാ ജീമ് ദാല് ദാല് സായ് ഷീന് സീന് സ്വാദ് ലോദ് ത്വാ ലോ ഫ ഖാഫ് കാഫ് ഇങ്ങനെ 15 അക്ഷരങ്ങൾ. 3 ഇഖ്ലാബിൻ്റെ ഹർഫ് ഏത്? ആൻസർ ബാ. 4 ഇഖ്ലാബിനും ഇഖ്ഫായിനും ഓരോ ഉദാഹരണം എഴുതുക. അപ്പോൾ മിം ബഅദി സാക്കിന നൂനിന് ശേഷം ബാ വന്നു ഇഖ്ലാബ്. അൻഫുസുഹും സാക്കിന നൂനിന് ശേഷം ഫാ വന്നു ഇഖ്ഫാ. ഇനി പാഠത്തിൽ കൊടുത്ത ആയത്തിൽ നിന്ന് ഇഖ്ലാബ് ഇഖ്ഫാ എന്നിവ കണ്ടെത്തി കാരണം എഴുതുക. അപ്പോൾ ഉദാഹരണം ഒന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അൻസല അൻസല എന്നുള്ളത് എന്താണ്? സാക്കിന നൂൻ സായ് വന്നു. സായ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. ഇഖ്ഫാ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അവിടെ ചെയ്തത്? സാക്കിന നൂനിന് ശേഷം സാ വന്നു. സായ് എന്ത് ചെയ്തു? വന്നു. അതാണ് അവിടെ ഇഖ്ഫാ ചെയ്യാൻ കാരണം. അടുത്ത് മിംബഅദി സാക്കിന നൂനിന് ശേഷം ബാ വന്നു. അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ഇഖ്ലാബ് എന്ന് എഴുതണം. ഈ കള്ളിയിൽ അവിടെ എഴുതിയിട്ടില്ല, കുട്ടികൾ ശ്രദ്ധിക്കണം. ഇഖ്ലാബ് എന്ന് എഴുതണം. ഇനി അവിടെ മണിക്കാനുള്ള കാരണം എന്താണ്? സാക്കിനായ നൂനിന് ശേഷം ബാ വന്നു എന്നതാണ്. ബാ വന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? നമ്മൾ ഉന്നത്ത് ചെയ്ത് മണിച്ചുകൊണ്ട് ഓതിയത്. മീമാക്കി പിന്നെ ഉന്നത്ത് ചെയ്ത് ഓതിയത്. അടുത്തത് അൻഫുസുഹും ഫാ എന്തിൻ്റെ അക്ഷര? ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇഖ്ഫാ എന്ന് ഇവിടെ എഴുതണം. സാക്കിനായ നൂനിന് ശേഷം ഫാ വന്നു. പിന്നെ മിൻകും അവിടെ സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നാൽ കാഫ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇഖ്ഫാ ചെയ്തത്? സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നത് കൊണ്ട്. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളും എഴുതി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ കാരണങ്ങളും എഴുതി കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഓരോന്നും ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.